എല്ലാവർക്കും ടേസ്റ്റി കിച്ചൺ സ്റ്റോറീസിലേക്ക് ഹൃദ്യമായി സ്വാഗതം. നിങ്ങളെല്ലാവരും ചക്കക്കുരു ഷേക്ക് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് ഞാനിത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ചക്കക്കുരു കൊണ്ട് തന്നെയുള്ളൊരു വിഭവമാണിത്. ചക്കക്കുരു പായസമാണ്. അത് സ്പെഷ്യലായിട്ടുള്ളൊരു വിഭവമാണിത്. നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ചക്കക്കുരു പായസം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചക്കക്കുരു പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ 250 ഗ്രാം ചക്കക്കുരുവാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് തൊലി കളഞ്ഞ് വൃത്തിയായി കഴുകി വെച്ചിരിക്കുന്ന ചക്കക്കുരുവാണിത്. അടുത്തതായിട്ട് നമുക്ക് ഈ ചക്കക്കുരു വേവിക്കാനായിട്ട് വെക്കാം. ഞാൻ ഈ ചക്കക്കുരു വേവിക്കുന്നത് കുക്കറിനകത്ത് വെച്ചാണ്. കുക്കറിലേക്ക് ഞാൻ ഈ ചക്കക്കുരു ഇടുകയാണ്. കുക്കറിനകത്തേക്ക് ഞാൻ 1 സ്പൂൺ പഞ്ചസാരയും പാകത്തിന് ഉപ്പും 2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കാം. അടുത്തായിട്ട് 300 ഗ്രാം ശർക്കരയുണ്ട്. ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര ഉരുക്കാൻ വേണ്ടി ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ശർക്കര പതുക്കെ ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പം ചക്കൂരെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഈ പാത്രത്തിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇങ്ങനെ നന്നായിട്ട് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ചക്കൂരെല്ലാം ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ചക്കക്കുരു നന്നായിട്ട് വേവിച്ചതിന് ശേഷം വേണം ഉടയ്ക്കാൻ, അല്ലെങ്കിൽ അത് ഉടയാൻ ബുദ്ധിമുട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ചക്കക്കുരു ഒരു പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ചൊന്ന് പതുക്കെ വരട്ടിയെടുക്കാം. ചക്കക്കുരു വരട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരൽപ്പം നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്ക്കകത്തോട്ടാണ് ഞാൻ ചക്കക്കുരു പൊടിച്ചതിടുന്നത്. ഇതൊരല്പസമയം നമുക്ക് നെയ്ക്കകത്ത് ഇങ്ങനെ ഒന്ന് വരട്ടിയെടുക്കാം. ചക്കക്കുരു വരണ്ട് വരുമ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ, ഞാൻ 1 മുറി തേങ്ങയാണ് പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇത് 1-ാം പാലാണ്. അത് ഏറ്റവും അവസാനം നമുക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് 2-3 പാലാണ് 2 കപ്പിനകത്ത് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് കുറേശ്ശെ നമ്മുടെ ചക്കക്കുരുവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചക്കക്കുരുവിനകത്തേക്ക് ഞാൻ 2-ാം പാൽ ഒഴിക്കുകയാണ്, തേങ്ങാപ്പാൽ. കുറേശ്ശെ ഒഴിച്ച് നമുക്ക് ഇളക്കി കൊടുക്കാം. തേങ്ങാപ്പാലിൻ്റെ 2-ാം പാൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കരപ്പാനിയും കൂടി ഒഴിച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കാം. ശർക്കരപ്പാനിയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. നമ്മുടെ പായസം ഇപ്പോൾ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിതിലേക്ക് 3 ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കുകയാണ്. 3 ഏലക്ക പൊടിച്ചതാണ് ചേർക്കുന്നത്. കൂടാതെ ഒരു 1/4 സ്പൂൺ നെയ്യും കൂടെ ഒഴിക്കുകയാണ്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലിൻ്റെ 1-ാം പാലും കൂടെ ഒഴിച്ച് നമുക്ക് പായസം വാങ്ങിയെടുക്കാം. 1-ാം പാലും കൂടെ ഒഴിക്കുകയാണ്. അതും കൂടെ ഒഴിച്ച് പതുക്കെ ഒന്ന് ചൂടാകുമ്പോൾ പായസം വാങ്ങാം. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നല്ലൊരു പായസമാണ്. നമുക്ക് വീട്ടിൽ തന്നെ എല്ലാവർക്കും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു പായസമാണ്. ഇനി ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. ഇപ്പം നമ്മുടെ പായസം തണുത്ത് വന്നിട്ടുണ്ട്. അത് ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. 3 പ്രാവശ്യം ഞാൻ തേങ്ങ പിഴിഞ്ഞായിരുന്നു. 3-ാം പാൽ വരെ എടുത്തായിരുന്നു. പക്ഷേ 2-ാം പാൽ വരെ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. കുറച്ചധികം വെള്ളം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 3-ാം പാൽ ഞാൻ ഒഴിക്കാതിരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ വളരെ സുലഭമായിട്ടുള്ളൊരു കാര്യമാണ് ചക്കക്കുരു. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണിത്. നമുക്കെല്ലാവർക്കും പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പായസമാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.